ഹലോ ഗായ്സ്, അതുലാണ് സൈഡ് ഹസ്റ്റിൽ നിന്ന് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അതായത് ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ. ഇസ്രയേലിലേക്ക് അഗ്രികൾച്ചർ വർക്കേഴ്സിനെ ലക്ഷക്കണക്കിന് സാലറിയിൽ ആയിരക്കണക്കിന് ഓപ്പർച്യൂണിറ്റീസുമായിട്ട് ഒരുപാട് കൺസൾട്ടൻസികൾ പല പല വീഡിയോകളും റീൽസും ഒക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഒക്കെ അങ്ങ് വിജൃംഭിക്കുകയാണ്. ഇതിൻ്റെ പിന്നുള്ള സത്യാവസ്ഥയെക്കുറിച്ച് അന്വേഷിച്ച് പോയപ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത്. അതായത് ഈ ഇസ്രായേലിലേക്ക് അഗ്രികൾച്ചർ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അത് ഉള്ള കാര്യം തന്നെയാണ്, ഇല്ലാത്ത കാര്യമൊന്നുമല്ല, ഉള്ള കാര്യം തന്നെയാണ്. 1,00,000-ലധികം വേക്കൻസികൾ ഇപ്പോൾ നിലവിലുണ്ട്. അത് നമ്മളുടെ ഇന്ത്യൻ സർക്കാരുമായിട്ട് ഇസ്രായേൽ ഗവൺമെൻറ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അഗ്രികൾച്ചർ മേഖലയിൽ മാത്രമല്ല, വിദൂര ഭാവിയിൽ അല്ല, സമീപ ഭാവിയിൽ തന്നെ ആയിരക്കണക്കിന് ഹോട്ടൽ മേഖലയിലുള്ള തൊഴിലാളികളെയും ഇന്ത്യയിൽ നിന്ന് ഹയർ ചെയ്യാനായിട്ടുള്ള പെർമിഷന് വേണ്ടി ഇസ്രായേൽ ഗവൺമെൻറ് കാത്തിരിക്കുകയാണ്. അതും കൂടെ തന്നെ നടക്കും. പിന്നെ ഇസ്രായേൽ അഗ്രികൾച്ചർ ജോലിയെക്കുറിച്ചുള്ള വിശേഷങ്ങളിലേക്ക് പോകും. ഈ വിസ പ്രോസസ്സിംഗ് ടൈം 1 മാസമാണ്. 20 മുതൽ 30 ദിവസത്തിനുള്ളിൽ വിസ നിങ്ങളുടെ കയ്യിൽ വരും. വളരെ അക്രഡിറ്റഡ് ആയിട്ടുള്ള അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസൾട്ടൻസി മുഖേന മാത്രമേ അപേക്ഷിക്കാവൂ. ഒരുപാട് ഫേക്ക് വ്യാജന്മാർ ഇതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിലുണ്ട്. അവരൊന്നും ചതിക്കുഴപ്പി വീഴാതിരിക്കുക. PCC മസ്റ്റാണ്. പാസ്പോർട്ട്, PCC, പിന്നെ അത്യാവശ്യം ഇംഗ്ലീഷ് നോളജും വേണം. ഇംഗ്ലീഷ് സംസാരിക്കണം. ഇംഗ്ലീഷ് സംസാരിച്ചാൽ മനസ്സിലാവണം. സംസാരിക്കണമെന്ന് വെച്ചാൽ മറ്റേ നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കറൊന്നും വേണ്ട. അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റണം. ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവണം. വാലിഡായിട്ടുള്ള പാസ്പോർട്ട് വേണം. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആണ്. ഇത് 3 ഏറ്റവും എമർജൻസി ആയിട്ടുള്ള കാര്യം. പലരും ഈ അഡ്വാൻസ് പേയ്മെൻ്റ് ഒക്കെ ആവശ്യപ്പെടുന്ന കൺസൾട്ടൻസ് ഉണ്ടെങ്കിൽ അവരെ ഒഴിവാക്കുക. വിസ വന്നതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് കൊടുക്കുക. അപ്പം ഇതൊക്കെയാണ് ഈ വിസ പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ. പറഞ്ഞ പോലെ 20 മുതൽ 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വിസ നിങ്ങളുടെ കൈ വരും. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കയറി പോകാനും സാധിക്കട്ടെ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള നല്ല അംഗീകാരമുള്ള ഒരു കൺസൾട്ടൻസ് നോക്കി കണ്ടുപിടിച്ചിട്ട് അവർ മുഖാന്തരം വിസ പ്രോസസ് ചെയ്യുക. അപ്പോൾ ഇനിഷ്യൽ പേയ്മെൻറ്റ് വളരെ ചെറിയ തുച്ഛമായ വില ഡോക്യുമെൻറ്റേഷൻ ചാർജ് വല്ലതും വേണമെങ്കിൽ കൊടുക്കുക. അല്ലാതെ ഹെവി എമൗണ്ട് ഒന്നും ഇനിഷ്യലി പേ ചെയ്യാതിരിക്കുക. പിന്നെ ഇതിനെക്കുറിച്ച് ഏറ്റവും വളരെ മോശമായിട്ടൊരു നടന്നു പറയുന്ന പ്രചാരണം എന്ന് വെച്ചാൽ പിന്നെ അവിടുത്തെ അക്കോമഡേഷൻ ശരിയല്ല, ഫുഡ് ശരിയല്ല, അവിടുത്തെ വെറും കുപ്പത്തൊട്ടി പോലെയാണ് അവിടെ താമസിക്കേണ്ടി വരുന്നതൊക്കെ പറഞ്ഞ് ആദ്യം ഒരു കുറേ ഫേക്ക് വീഡിയോസ് പ്രചരിപ്പിച്ചായിരുന്നു. നിങ്ങൾക്ക് ഉറപ്പ് തരാം, ഒരുപാട് പേരുടെ അന്വേഷണത്തിൻ്റെ വെളിച്ചത്തിലും നല്ലോണം നടത്തിയ റിസർച്ചിൻ്റെ അർത്ഥത്തിലും പറയാം, ഇസ്രായേൽ ഒരു വളരെ വൃത്തിയുള്ള വളരെ സേഫായിട്ടുള്ളൊരു കൺട്രിയാണ്. മനസ്സിലായോ? അവിടുത്തെ അടിസ്ഥാന ഹൗസിംഗ് നിലവാരങ്ങൾ തന്നെ വേൾഡ് ക്ലാസ് ഒരു റേഞ്ചിലാണ്. അതൊരു കൂലിപ്പണിക്കാരനാണെങ്കിലും ഒരു പിച്ചക്കാരനാണെങ്കിൽ പോലും അവൻ കിടക്കുന്നത് അത്യാവശ്യം വൃത്തിയുള്ള ഒരു സ്ഥലത്തായിരിക്കും കിടക്കുന്നത്. സാമൂഹികമായിട്ടാണല്ലോ അയാൾ സ്വന്തമായിട്ടാണെങ്കിൽ. അപ്പോൾ ഈ അഗ്രികൾച്ചർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അക്കോമഡേഷനൊക്കെ യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. അവരുടെ അക്കോമഡേഷൻ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള അക്കോമഡേഷനാണ്. കിച്ചൺ ഫെസിലിറ്റി ഉണ്ട്. ഫുഡ് നിങ്ങൾക്ക് കുക്ക് ചെയ്യാനുള്ള സൗകര്യം അവർ തരും. താമസം ഫ്രീ ആണ്. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഭക്ഷണം നമ്മൾ സാധനം മേടിച്ച് നമ്മൾ കുക്ക് ചെയ്യണം. കുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ചും ഒരുപാട് പേര് പോയിട്ടുണ്ട്. അപ്പം ഒരുപാട് പേര് പോയെന്ന് വെച്ചാൽ പോയ ആൾക്കാരുടെയൊക്കെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ അവസാനം ഞാനൊരു കൺസൾട്ടൻസിയുടെ നമ്പർ ഞാൻ വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരെ ബന്ധപ്പെടാം. സേഫ് പാത്ത് എന്നാണ് അവരുടെ പേര്. അപ്പോൾ അവർ അവരോട് സംസാരിച്ചപ്പോൾ അവരുടെ വിശദീകരണം എനിക്ക് വളരെ തൃപ്തികരമായിട്ട് തോന്നിയുകൊണ്ട് മാത്രമാണ് ഇരിക്കുന്നത്. അല്ല, ഇത് യാതൊരു വിധത്തിലുള്ള പരസ്യത്തിൻ്റെ ഭാഗമല്ല. എനിക്ക് യാതൊരു പരിചയവുമില്ല. അവരോട് സംസാരിച്ച് നോക്കുക. സംസാരിച്ച് നിങ്ങൾക്കത് ജെന്യൂനായിട്ട് അല്ലെങ്കിൽ ലെജിറ്റിമേറ്റ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വിസ അവർ മുഖാന്തരം പ്രോസസ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൺസൾട്ടൻസി ഒരുപാടുണ്ട് എറണാകുളത്തൊക്കെ. അപ്പോൾ അവർ മുഖാന്തരം നിങ്ങൾക്കത് ചെയ്യാൻ പറ്റട്ടെ. യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ പോലും നിങ്ങൾക്ക് ഒരുപാട് കൺസൾട്ടൻസികളുടെ കോൺടാക്ട് നമ്പരും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ കിട്ടുന്നതാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വളരെ മുൻകരുതലോടെ നിങ്ങളുടെ വിസ ആപ്ലിക്കേഷൻ നടക്കട്ടെ. എല്ലാവർക്കും ഒരു നല്ല ഫ്യൂച്ചർ നേരുന്നു. പിന്നെ അവസാനമായിട്ട് പറയേണ്ട ഒരു കാര്യം, നല്ല പണിയുണ്ട്. പണിയെന്ന് വെച്ചാൽ ഇവിടെ പാറമടയാൻ മറ്റേ മെറ്റീരിയൽ നോക്കാൻ പോകുന്ന പണിയല്ല. വളരെ ചെറിയ ജോലികൾ മാത്രമേ ഉള്ളൂ. ഫ്രൂട്ട്സ് പ്ലക്ക് ചെയ്യുക, പിന്നെ അത് സോർട്ട് ചെയ്യുക, അത് ബാച്ച് ചെയ്യുക, അത് കാർട്ടൺസിലാക്കിയിട്ട് വെഹിക്കിൾസിലേക്ക് കൊണ്ടുപോവുക, അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട്. പണി വെച്ചാൽ വെറുതെ ഇവിടെ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരുന്ന് പൈസ സമ്പാദിക്കാവും തരം കരുതണ്ട. പണിയെടുത്താലേ കാശ് കിട്ടുള്ളൂ. പിന്നെ ഓവർ ടൈം എല്ലാം ചേർത്തിട്ട് 2 ലക്ഷം 2.25 ലക്ഷം രൂപ വരെ ശമ്പളം മേടിക്കാം ഇന്ത്യൻ മണി.
താമസത്തിന് പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭക്ഷണത്തിനെല്ലാം കൊണ്ട് ഒരു 30,000 40,000 30,000 രൂപ 20,000 രൂപ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു 2 ലക്ഷം രൂപ 1,80,000 രൂപ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. അതായത് ഒരു യൂറോപ്യൻ കൺട്രി പോകുന്നതിനേക്കാളും വളരെ ചിലവ് കുറഞ്ഞതും വളരെ മികച്ച അന്തരീക്ഷമുള്ളൊരു ജോലി ഓഫറാണ് ഇസ്രായേലിലുള്ളതെന്ന് കരുതുക. വരും ദിവസങ്ങൾ കൂടുതൽ തൊഴിൽ വിവരങ്ങൾ പുറത്തുവിടും. അതായത് ഹോട്ടൽ മേഖലയിൽ കൂടെ ആയിരക്കണക്കിന് പേരെ എടുക്കാനായിട്ട് ഇന്ത്യയിൽ നിന്നും മറ്റ് ഏഷ്യൻ കൺട്രീസിൽ നിന്നും ഇസ്രായേൽ അനുമതിക്കായി കാത്തിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കും ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ജോലി ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് ഉപകാരപ്പെടും. നമ്പർ ഞാൻ വീഡിയോയുടെ എൻഡിൽ വെച്ചേക്കാം. അപ്പം വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.